എവിടെ പോകാൻ ഒരുങ്ങി കിട്ടി? നീ കൊച്ചിന് പാല് കൊടുത്തോ? ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇന്ന് മുതൽ കുട്ടിയെ നോക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. എത്ര പെർഫ്യൂം അടിച്ചിട്ടും അപ്പി കഴിയേണ്ട നാറ്റ് ഇതുവരെയായിട്ടും പോയിട്ടില്ല. കുട്ടിയെ നോക്കി ഇപ്പൊ പരിചയമായിട്ടുള്ള നിനക്കല്ലേ? ഇന്നൊരു ദിവസം കൂടെ നോക്കണേ. അതങ്ങ് അച്ഛ വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ മതി. കൊണ്ട് കളയാന്ന് വെച്ചാൽ നീയല്ലേ എടുത്തോണ്ട് വന്നു, നീ തന്നെ നോക്കിയാൽ മതി. ഇന്ന് ഡയറക്ടേഴ്സ് ബോർഡ് മീറ്റിംഗ് ഉള്ള ദിവസം പോയില്ലെങ്കിൽ എന്റെ പണി അറിയും. ഓ ബാക്കിയുള്ളവരൊക്കെ അവിടെ ജോലിയും കൂലില്ല നിൽക്കുമല്ലേ. ഇന്നൊരു ദിവസം കൂടെ പോണി ലീവ് ഇട്. കൊച്ചിനെ തനിച്ചാക്കിട്ട് പോകാൻ പറ്റില്ലല്ലോ. ഓഹോ നമ്മളും അങ്ങ് ഒരുങ്ങി പുറപ്പെട്ടോ? ഇതെന്തൊരു കഷ്ടമാണെന്ന് പറ. ദേ ഇന്ന് അങ്ങനെ ആരും സൂചിക്കണ്ട, നമുക്ക് 3 പേർക്കും കൂടെ കൊച്ചിനെ നോക്കാം. ഇങ്ങോട്ട് പറയും. ഇന്നൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് പോയാൽ മതി. എന്നാ ഒരു കാര്യം ചെയ്യാം, നമുക്ക് നറുക്കിട്ട് തീരുമാനിക്കാം. അത് കൊള്ളാം. നിങ്ങൾ രണ്ടുപേരും കൂടെ നറുക്കിട്ട് ആരാന്ന് വെച്ചാൽ തീരുമാനിക്കും. ഇവിടെ വാ. അങ്ങനെ ഏതായാലും തീരുമാനിച്ച സ്ഥിതിക്ക് 2 പേരായിട്ട് വേണ്ട. എന്താ ഇന്ന് ഡയറക്ടർ വരുന്ന ദിവസം എനിക്ക് പോകാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഇന്നലെ കൊച്ചിനെ നോക്കി ഏത് ഒപ്പിപ്പെടും? അയ്യടാ, അപ്പൊ നീ വരുന്നതിന് മുമ്പ് നിന്റെ കുഞ്ഞാന്ന് പറഞ്ഞ് ഞങ്ങൾ നോക്കിയത് ഏത് ഒപ്പിപ്പെടുത്തും? സൈലൻസ്. നമുക്ക് നറുക്കിട്ട് തീരുമാനിച്ചാൽ മതി. എന്നാ നറുക്കിട്ട് തീരുമാനിച്ചാൽ മതി. ഐശ്വര്യമായിട്ടൊന്നെടുത്തേ. ഈശ്വര വിനോദ്. ഇനി ഒന്നും പറയാൻ നിൽക്കണ്ട. കുഞ്ഞിന്റെ കാര്യങ്ങൾ ഒന്നും മറക്കരുത്. 10 മണിക്ക് പാല്, 11 മണിക്ക് സെർലാക്ക്. അപ്പിയിട്ടാൽ കഴുകാൻ മറക്കരുത്. പെർഫ്യൂം അലമാരിൽ തന്നെ ഇരിപ്പുണ്ട്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്നെ മനസ്സിലായിട്ടുണ്ടാവില്ലല്ലേ? ഇല്ല. നിങ്ങളൊക്കെ ഒരേ ലാംഗ്വേജുകാരാണോ? മറാഠി, ഗുജറാത്തി, തമിഴ്, ഹിന്ദി. ഞാൻ വേറൊന്നും ചോദിക്കില്ല. നിങ്ങൾ നിങ്ങളുടെ മദർ ടങ്ങിൽ എന്നോട് സംസാരിച്ചാൽ ഞാൻ അതേ മദർ ടങ്ങിൽ റിപ്ലൈ തരാം. എന്താ തമ്മിലൊരു പൊട്ടം കളി? അല്ല, ഞങ്ങൾക്ക് ആളെ മനസ്സിലായില്ല. നന്നായിട്ടൊന്ന് ആലോചിച്ച് നോക്ക. പിടികിട്ടിയില്ല? ഇല്ല ഇല്ല. സുല്ല്, ഞാനാണ് ശിശുപാലൻ, ചൈൽഡ് സ്പെഷ്യലിസ്റ്റ്, MDS. ഗുഡ് മോർണിംഗ്. പ്രഭാകരൻ നായർ പറഞ്ഞയച്ചിട്ട് വന്നതാണ്. കുട്ടിയെ നോക്കാൻ വേണ്ടി വന്നതാണല്ലേ? അതെ. കുട്ടിയുടെ മദർ ടങ് എന്താണ്? ഇതുവരെ സംസാരിച്ചു തുടങ്ങിയിട്ടില്ല. കുട്ടിക്ക് എന്ത് പ്രായം വരും? ഉദ്ദേശം 7-8 മാസം വരും. അപ്പൊ ഇതൊന്നും വേണ്ട. അല്ല, ഇതൊക്കെ എന്താണ് മനസ്സിലായില്ല? എല്ലാം ഞാൻ മനസ്സിലാക്കി തരാം. ഇത് 3 വയസ്സിന് മേൽ പ്രായമുള്ള കുട്ടികൾക്ക് പ്രയോഗിക്കാനാണ്. ഇത് 5 വയസ്സിന് മേൽ, ഇത് 8 വയസ്സിന് മേൽ. കുട്ടി ഭക്ഷണം കഴിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണിക്കാറുണ്ടോ? ഇല്ല. പറഞ്ഞോളൂ. ഇല്ല, ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങനെയുണ്ടെങ്കിൽ ഇതിങ്ങനെ വെക്കാം. ഇത് ജാക്കിയ, എന്നിട്ട് ഇതിലെ ഫീഡ് ചെയ്യുക. പേടിക്കണ്ട, ഇതെല്ലാം തിളച്ച വെള്ളത്തിലിട്ട് സ്റ്റെബിലൈസ് ചെയ്തിട്ടുള്ള ഉപകരണങ്ങളാ. സ്റ്റെബിലൈസ് ചെയ്യേ? അതെ. കുട്ടികൾക്ക് മേൽ പ്രയോഗിക്കുന്ന എല്ലാവിധ ആയുധങ്ങളും സ്റ്റെബിലൈസ് ചെയ്തതിന് ശേഷമേ ഉപയോഗിക്കാവൂ. ഇല്ലെങ്കിൽ കുട്ടിക്ക് ടെറ്റനസ് വരും. ഇതൊന്നും അറിയില്ലല്ലേ? എന്താ നിങ്ങൾക്ക് അറിയാത്തത്? ഇതാണ് കുട്ടികളുടെ ജീവിതത്തിലേക്കുള്ള വഴിത്താര. ഈ ഉപകരണം 10 വയസ്സിന് മേലുള്ള കുട്ടികളിൽ പ്രയോഗിക്കാനുള്ളതാണ്. ആഹാര പദാർത്ഥങ്ങൾ വലിച്ചെറിയുക, മറ്റുള്ളവരുടെ ഭക്ഷ്യസാധനം കയറി തുപ്പുക. അങ്ങനെ ചെയ്താൽ ഈ വളയം അടുപ്പിലിട്ട് നന്നായി പഴുപ്പിച്ച് അപ്പൊ ചോക്കും. കുട്ടിയെ തിരിച്ചു നിർത്തി, ആൺകുട്ടിയാണെങ്കിൽ ടൗസർ ഊരുക, പെൺകുട്ടിയാണെങ്കിൽ ഉടുപ്പ് വെക്കുക. എന്നിട്ട് ചന്തിയിൽ പതുക്കെ ഇങ്ങനെ വെക്കുക. ഇവിടെ അമ്മമാര് ദോശ ഇടുന്ന പോലെ ശബ്ദം കേൾക്കും. പിന്നെ ആ കുട്ടി ലൈഫ് ലോങ്ങിൽ ആഹാര പദാർത്ഥങ്ങൾ വലിച്ചെറിയോ മറ്റുള്ളവരുടെ ആഹാര പദാർത്ഥങ്ങൾ തുപ്പുകയോ ചെയ്യുന്നതല്ല. ശാസ്ത്രീയമായ രീതിയിൽ വേണം കുട്ടികളെ പരിചരിക്കാൻ. ഇതിനെക്കുറിച്ച് ഞാൻ ചില പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതാണോ കുട്ടി? അല്ലല്ല. ഗുഡ് മോർണിംഗ്. എവിടെയാണ് കുട്ടി? അകത്താ. ഈ ചൈൽഡ് സ്പെഷ്യലിസ്റ്റിനെ കുറച്ച് വഴി തരൂ. താങ്ക് യു. 2 ആളെടുത്തോളൂ കേട്ടോ. കുട്ടി വലിയ വാശിയുള്ള കൂട്ടത്തിലാണോ? അങ്ങനെയൊന്നുമില്ല. എപ്പോഴും കരയാറുണ്ടോ? ഇല്ല. അപ്പൊ കുട്ടിക്ക് എന്തോ കുഴപ്പമുണ്ടല്ലോ? എന്ത് കുഴപ്പം? സൗമ്യമായി പെരുമാറിയാൽ ഏത് കുഴപ്പമുള്ള കുട്ടിയെയും നമുക്ക് കീഴടക്കാം. കുട്ടിയുടെ പേരെന്താ? കിങ്ങിണി. ചിമ്മിനിയ? കിങ്ങിണി. കിങ്ങിണി. ഉദാഹരണത്തിന്? അല്ല, കുട്ടി ഉറങ്ങുക. ഉറങ്ങാണെന്ന് എനിക്ക് മനസ്സിലായി. അല്ലാതെ കണ്ണടച്ച് ചിന്തിക്കുകയല്ലെന്ന് എനിക്കറിയാം. ബാർഗെയിൻ ചെയ്യരുത്. എല്ലാവരോടും ഞാൻ പറയാം, ബാർഗെയിൻ ചെയ്യരുത്. ശാസ്ത്രീയമായ രീതിയിൽ ഉറങ്ങുന്ന കുട്ടിയെ എങ്ങനെ കൊഞ്ചിക്കാം അത് ഞാൻ കാണിച്ചു തരാം. കൊച്ചാണെന്നല്ലോ. അതേ ശരിയാക്കി തരാം. മോളെ കരയല്ലേ.
Listen to me. നിങ്ങളുടെ എല്ലാവരുടെ അനുഗ്രഹത്തോടു കൂടി ഞാൻ എന്റെ ഡ്യൂട്ടി തുടങ്ങട്ടെ. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. ചേട്ടാ കുഞ്ഞിനെ നല്ലോണം നോക്കണേ, ആഹാരമൊക്കെ കൃത്യസമയത്ത് തന്നെ കൊടുക്കണം. ചേട്ടനെ വിശ്വസിച്ചാണ് ഞങ്ങൾ പോകുന്നത്. ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ പൗരന്മാർ. കുട്ടികളെ നോക്കാൻ നിങ്ങൾ എന്നെ പഠിപ്പിക്കണ്ട. സായിപ്പിന്റെ കുട്ടി തൊട്ട് കൾച്ചറില്ലാത്ത മലയാളീസിന്റെ കുട്ടികളെ വരെ ഞാൻ നോക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ബാർഗിയും വേണ്ട. നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിൽ 6 മാസം മുമ്പ് നോട്ടീസ് തന്ന് എന്നെ പിരിച്ചുവിട്ടോളൂ. തമ്മിൽ നോക്കുന്ന എനിക്കിഷ്ടമല്ല. ഞാൻ തന്ന ലിസ്റ്റിലുള്ള സാധനങ്ങൾ ഇന്ന് തന്നെ എത്തിച്ചേക്കണം. പിന്നെ എഴുതാൻ വിട്ടുപോയി 2 ബോട്ടിൽ ആൽക്കഹോൾ. ആൽക്കഹോളോ? എന്തിന്? ശാസ്ത്രീയമായി കുട്ടികളെ പരിചരിക്കുന്നതിൽ ആൽക്കഹോളിന്റെ പങ്ക് ചെറുതല്ല. അതുകൊണ്ട് കുട്ടിയെ കുളിപ്പിക്കുന്ന വെള്ളത്തിൽ 2-3 തുള്ളി ആൽക്കഹോൾ ഒഴിക്കേണ്ടതായിട്ട് വരും. അതിന്റെ ജീംസിനെ നശിപ്പിക്കാം. ഡെറ്റോളിന്റെ കാര്യം പറയുന്നത്. ഡെറ്റോൾ ഞാൻ വേറെ എഴുതിയിട്ടുണ്ട്. അതിന്റെ ഉപയോഗം എന്താണെന്ന് എനിക്കറിയാം. ഉടനെ ആൽക്കഹോൾ കൊണ്ട് എത്തിക്കാം. ആൽക്കഹോൾ എത്തിക്കാം. നിക്ക്. ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി. നിങ്ങൾ ഈ 3 പേരിൽ ആരുടെയാണ് ഈ കുട്ടി? അല്ല, പാരന്റ്സ് ആയിട്ട് ചില ഡീലിങ്സ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ചോദിച്ചെന്നുള്ളൂ. ഞങ്ങളുടെ കുട്ടിയാ. 3 പേരും കൂടി ഒരുമിച്ചുള്ള കുട്ടിയാ? അത് നിങ്ങൾ അറിയണ്ട. എനിക്കറിയണം. ഈ കുട്ടി എവിടെ നിന്ന് കിട്ടി? ഞങ്ങളൊരു ഓർഫനേജ് എടുത്ത് വളർത്തുന്നു. എന്തിന്? ഒരു തമാശക്ക്. അങ്ങനെ തമാശക്കാണെങ്കിൽ ചെറിയൊരു കുരങ്ങച്ചനെ വളർത്തിയാ പോരെ? എന്താ ഞാൻ ചോദിച്ചാൽ കുഴപ്പമുണ്ടോ? ഉമ്മ വയ്ക്കാൻ വരട്ടെ. പകർച്ചവാദികൾ കുട്ടികൾക്ക് എളുപ്പത്തിൽ പകരാൻ സാധ്യതയുണ്ട്. അഥവാ നിങ്ങൾക്ക് ഉമ്മ വയ്ക്കാൻ അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ എന്നെ ഉമ്മ വെച്ചോളൂ. കെട്ടിപ്പിടിക്കില്ല സാറേ. കുഞ്ഞു മോളെ ആര്യപുത്രി, കരയല്ലടി പൊന്നെ. ഇങ്ങിട്ട് കുജാര ഇങ്ങിട്ട് കുജാര. കൊച്ചു കുട്ടികൾ കുറ്റം ചെയ്താൽ കോലും മിഠായി ഡായ് ഡായ്. കൊച്ചു കുട്ടികൾ കുറ്റം ചെയ്താൽ കോലും മിഠായി ഡായ് ഡായ്. കൊച്ചു കുട്ടി എടോ, കുട്ടി കിടന്ന് കരയുന്ന കണ്ടില്ലേ? അതെ, കരയാണ്. അതുകൊണ്ടല്ലേ പാട്ട് പാടി ഓർക്കണേ. നിങ്ങൾ പോയി ഡ്രസ് മാറിയിട്ട് വന്നേ. കൊച്ചു കുട്ടികൾ കുറ്റം ചെയ്ത കോലുമിട്ടായി ഡായ് ഡായ്. കൊച്ചു കുട്ടികൾ കുറ്റം ചെയ്ത കോലുമിട്ടായി ഡായ് ഡായ്. കൊച്ചു കുട്ടികൾ അബദ്ധ ഇങ്ങോട്ട് വന്നു. ആ